ിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നോവ ആണ്. 2015 മോഡലാണ്. പിന്നെ കുറേ ദിവസമായി എന്നെ വിളിച്ച് അന്വേഷിച്ചതൊക്കെ വളരെ നന്ദി. പക്ഷേ എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. അതേപോലെ നല്ലൊരു വണ്ടി നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു വാഹനം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് ഈ വണ്ടി തരാൻ പോകുന്നത്. ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ബെസ്റ്റ് ഓഫർ പ്രൈസ് തന്നെ. എന്ന് വെച്ചാൽ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു ഓഫറിൽ നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് വേഗം തന്നെ വരാം. ഇത് 2015 മോഡലാണ് വരുന്നത്. സെക്കൻഡ് ഓണറാണ് വണ്ടി നിലവിലുള്ളത്. ആദ്യം വണ്ടി എടുത്തേക്കുന്ന സെയിം ഫാമിലി ട്രാൻസ്ഫർ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒരു വീട്ടിലെ തന്നെ വാഹനമാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോണറ്റ്, അതേപോലെ ഇതിൻ്റെ ഓരോ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. ഇതിൻ്റെ ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അതായത് കമ്പനിയുടെ സീല് കാര്യങ്ങൾ, അതായത് പഞ്ചിങ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും 2015 മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ മേജറായിട്ട് ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഡോറും അതേപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്തേക്കുന്ന ഇന്ത്യയിലാണ് വരുന്നത്. ഇനി ഉൾഭാഗത്തേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ സീറ്റ്, അതായത് ഹൈ ക്വാളിറ്റി സീറ്റ് എന്ന് തന്നെ പറയാം. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ എന്ന് തന്നെ പറയാം. ഓരോ ഡോറും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. അതായത് പഞ്ചിങ് ഒക്കെ നമുക്ക് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിക്കാൻ പറ്റും. പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ പഞ്ചിങ്, അതായത് വർക്കോ കാര്യങ്ങളോ ഒന്നും പുറത്തൊന്നും കമ്പനിയിൽ നിന്ന് എടുത്തിട്ടില്ല. സർവീസ് ഹിസ്റ്ററി മൊത്തം ഉണ്ട് വണ്ടിക്ക്. സീറ്റ് കാര്യങ്ങളൊക്കെ വെൽ നീറ്റ് തന്നെയാണ്. പിന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ലൈറ്റാണ് വരുന്നത്. ഇനി ഡിക്കി കാര്യങ്ങളൊന്നും ചേഞ്ച് ഇല്ല. ഡിക്കി ഗ്ലാസ് അതേപോലെ ഡിക്കിയൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഇത് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. അതിന് മാത്രമൊരു ചെളുക്കമുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് റിമൂവ് ചെയ്താൽ മതി. പിന്നെ ലൈറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് ഡിക്കി വരെ നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി കാര്യങ്ങൾ, അതായത് പഞ്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അഴിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ്. എല്ലാം നല്ല ടൈറ്റ് റബ്ബേഴ്സാണ്. റബ്ബർ കാര്യങ്ങളൊക്കെ ടൈറ്റാണ്. പിന്നെ ഒന്ന് ജസ്റ്റ് വാഷ്, അതായത് വണ്ടി വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ അങ്ങനെ കിട്ടുന്നത് വെച്ചാൽ പാർട്ടിയുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ. എന്ന് വെച്ചാൽ വാഷിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടാത്ത, അവരെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ വണ്ടി ഓവറോൾ നല്ല കണ്ടീഷൻ തന്നെ. ഇതിലേക്ക് വരുമ്പം ഈ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ്, അതായത് എല്ലാ ഗ്ലാസും അതേപോലെ കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ വണ്ടിക്ക് ആകെ മാറ്റിയേക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ടോപ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിന് ഡെൻറ്റോ കാര്യങ്ങൾ, അതായത് ഇവിടെ ഡോഗ്സിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അങ്ങനെ കയറി കിടക്കും, അങ്ങനെ ഒന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു 85% എബോ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെ ഉപയോഗിച്ചൊരു വാഹനമാണ്. ഇപ്പം നിലവിൽ ഇത് 7 സീറ്ററാണ് വണ്ടി, അതായത് 7 സീറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം. ഇനി ടയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 80-85% എബോ ടയേഴ്സ് കാര്യങ്ങളുണ്ട്. എല്ലാം ഗുഡ് ഇയേഴ്സിൻ്റെ ടയേഴ്സാണ് കിടക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ബോണറ്റാണ്. നിങ്ങൾ ബോണറ്റ് ഓപ്പൺ ആക്കി എൻജിൻ റൂം കൂടെ കാണിച്ചു തരാം. ഞാൻ എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എൻജിൻ റൂം ഇപ്പം കാണിച്ചു തരാം. ഇതാ എൻജിൻ റൂമിൽ നമ്മൾ എൻജിൻ റൂം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വർക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല. ടയോട്ടയുടെ ലേബല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പഞ്ചിങ് അടക്കമുണ്ട്. പിന്നെ അത്യാവശ്യം വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്രോണോ കാര്യങ്ങളോ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നീറ്റ് ആൻഡ് കണ്ടീഷൻ, അതായത് പട്ടി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സ്ക്രൂ അയക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ സർവീസ് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ, അതായത് 100% ട്രസ്റ്റോട് കൂടി ഈ വാഹനം എടുക്കാൻ പറ്റും. 2015 വരുന്നതാണ്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ ഓടിയേക്കുന്ന 1,54,000 കിലോമീറ്റർ വിത്ത് സർവീസ് റെക്കോർഡുണ്ട്. പ്രോപ്പറായിട്ട് 2025 വരെയുള്ള സർവീസ് ഹിസ്റ്ററി ഉണ്ട്. വണ്ടി എടുത്തേക്കുന്ന 2015 തൊട്ട് 2025 വരെയുള്ള സർവീസ് ഹിസ്റ്ററി മൊത്തം ഉണ്ട്. അതായത് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വണ്ടിക്ക് റീപ്ലേസ്മെൻറ്റ് പറയത്തക്കെന്ന് വെച്ചാൽ ഫ്രണ്ട് ഗ്ലാസ് മാത്രമുള്ളത് മൈന്യൂട്ടാണ്. അതായത് നമ്മൾ ഓരോ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ വരെ ചെയ്യുന്നുണ്ട്. നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനമാണ്. നിങ്ങൾക്ക് ഇത് ഓഫർ പ്രൈസിൽ റീസണബിൾ
പ്രൈസിൽ ആരും കൊടുക്കാത്ത റേറ്റിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം. അതായത് ഓഫർ പ്രൈസ് ഈസ് എ ബെസ്റ്റ് പ്രൈസ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 6,90,000 ഇൻക്ലൂഡ് കമ്മീഷൻ, ഇൻക്ലൂഡ് NOC എല്ലാ ചാർജും, അതായത് ഇൻക്ലൂഡായിട്ട് എല്ലാ അടക്കം നിങ്ങൾക്ക് 6,90 ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ നല്ലൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 സീറ്ററാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വാഹനമാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാൻ പറ്റുമെങ്കിൽ അടുത്തൊരു വാഹനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ നമ്മളെ മാർക്കറ്റ് സഞ്ചാരി എന്ന് പറഞ്ഞ ചാനൽ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നല്ലൊരു വാഹനം നിങ്ങളുടെ വഴി അവർക്ക് ലഭിക്കും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക്, അതായത് വാഹനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.